വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കും. ബില്ലിനെതിരെ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്കെത്തുന്നത്. ലോക്സഭയിൽ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇന്നാണ് ലോക്സഭയിൽ ഈ ഒരു ബില്ലിന്മേൽ ചർച്ചയൊക്കെ നടക്കുക. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. എംപിമാരൊക്കെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായേക്കാവുന്ന കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ച് ഉയർത്തുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. KCBCയും അതുപോലെ തന്നെ CBCയും ഒക്കെ അതിരൂക്ഷമായ വിമർശനം ഈ ബില്ലിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ സഭകളുടെ അല്ലെങ്കിൽ സ്വത്ത്, ഈ വിദേശ സംഭാവന ഉപയോഗിച്ച് നിർമ്മിച്ച സ്വത്തുക്കൾ അത് കണ്ടുകെട്ടാനുള്ള അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ ബില്ല് എന്നുള്ളതാണ്. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ക്രൈസ്തവ സഭകൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് എന്നുള്ളതാണ് ഇന്നലെ അടക്കം എല്ലാവരും തന്നെ പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ ഈ ബില്ല് പിൻവലിക്കണം. നിലവിലൊരു നിയമമുണ്ടല്ലോ, അത് മതി, അതിനപ്പുറത്തേക്ക് പുതിയൊരു നിയമം വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ആ ബില്ല് പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരികയാണ്. ഇക്കാര്യത്തിലൊരു ചർച്ച നടക്കും. ഇക്കാര്യത്തിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഈ ബില്ല് സെനറ്റ് കമ്മിറ്റിക്ക് വിടണം എന്നൊരു ആവശ്യം ഉന്നയിക്കാൻ എംപിമാരോട് CBCയെയും അതുപോലെ തന്നെ KCBCയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അത്തരമൊരു ആവശ്യമായിരിക്കും ഉന്നയിക്കുക. ഏതായാലും ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നലെ കിരൺ റിജിജു അത് വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാവരുമായും ചർച്ചകൾ കഴിഞ്ഞതാണ്. ഇനി മറ്റൊരു കൂടുതൽ ചർച്ചകൾ ഈ ബില്ലിന്മേൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നല്ല കാര്യത്തിന് വേണ്ടിയാണ് ബില്ല് നടപ്പാക്കുന്നത് എന്നുള്ള വാദമാണ് BJPയും ഇക്കാര്യത്തിൽ പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നൊരു സാഹചര്യത്തിൽ ബില്ല് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ പാർലമെന്റിനകത്തും പ്രതിഷേധം ശക്തമാക്കാനുള്ളൊരു തീരുമാനമാണ് പ്രതിപക്ഷത്തിൻ്റേത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ, UDFന്റെ എംപിമാരടക്കം ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. അവരോടെല്ലാം എത്തണം എന്നുള്ളൊരു കാര്യം ഇന്നലെ ഈ മെത്രാൻ സമിതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് UDFന്റെ എംപിമാരെല്ലാം തന്നെ ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ അടിയന്തര പ്രമേയത്തിനും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പാർലമെന്റിനകത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനം പ്രതിപക്ഷത്തിൻ്റെത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ന് സംസാരിക്കുന്നുണ്ട്. ബില്ലിനെതിരെ ശക്തമായ നിലപാട് രാഹുൽ ഗാന്ധിയും സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ക്രൈസ്തവ സഭകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ തുടരുകയാണ്. ബില്ല് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അതിലെ ആ വ്യവസ്ഥയാണ്. അതായത് FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിദേശ സംഭാവന ഉപയോഗിച്ച് നിർമ്മിച്ച കാര്യങ്ങൾ, അതായത് ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ കോളേജോ സ്കൂളോ അല്ലെങ്കിൽ ആരാധനാലയമോ ഒക്കെ ഏറ്റെടുക്കാൻ സർക്കാർ നിയോഗിക്കുന്ന ഒരു സമിതിക്ക് അധികാരം നൽകുന്ന ആ ഒരു വ്യവസ്ഥ, അത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. സർക്കാർ ഇത്തരത്തിൽ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത് നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലുള്ള ആശങ്ക അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും BJP നേതൃത്വം ഇക്കാര്യത്തിൽ പറയുന്നത് കോൺഗ്രസ് അടക്കം പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്, ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ ആ ബില്ല് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരികയാണ്. അതിൽ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശരി, വ്യക്തമാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലിൽ വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. എന്തായാലും ഇന്ന് ഈ ഒരു ബില്ല് ലോക്സഭയിലൊക്കെ ചർച്ചയാകും. ബില്ലിനെതിരെ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ ചർച്ചയ്ക്ക് എത്തുന്നത്. ലോക്സഭയിൽ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ എംപിമാരുടെയൊക്കെ തീരുമാനം. എന്തായാലും സഭ കൂടുമ്പോൾ മാത്രമേ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാവുകയുള്ളൂ. വിവരങ്ങളും നൽകിയത് ആന്റണി ജോർജ് ആണ്.